പ്രിയ ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോടായി പറയുന്നത് കൃപാസനത്തിലെ അതിവിശിഷ്ടമായ ഒരു നേർച്ച വസ്തുവായ വിശുദ്ധ തേനിനെ കുറിച്ചാണ്. കൃപാസനത്തിൽ നിന്ന് നമുക്ക് കൗണ്ടറിൽ നിന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു ബെഞ്ചരിച്ച നേർച്ച വസ്തുവാണ് അവിടുത്തെ തേൻ. ഈ തേൻ ഉപയോഗിക്കുന്നതിലൂടെ ധാരാളം അത്ഭുതങ്ങൾ കൃപാസന വിശ്വാസികൾക്ക് ഉണ്ടായിട്ടുണ്ട്. മറ്റു നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്. ഒരുപാട് സാക്ഷ്യങ്ങളിൽ കൃപാസനം നേർച്ച വസ്തുവായ തേൻ ഉപയോഗിച്ചത് മൂലമുണ്ടായ അത്ഭുതങ്ങൾ വിവരിക്കുന്നുണ്ട്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിക്ക് അതുപോലെ കൃപാസനം നേർച്ച വസ്തുവായ തേന് നാവിൽ പുരട്ടി കൊടുക്കുക, നാവിൽ കുരിശ് വരച്ചു കൊടുത്തപ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞതും മറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില രോഗങ്ങൾക്കൊക്കെ മരുന്നായി വിശ്വാസപ്രമാണം ചൊല്ലി ഉപയോഗിക്കുമ്പോൾ അത് രോഗം ഭേദമായി മാറുന്നുണ്ട്. അങ്ങനെ നിരവധിയായ ഉപയോഗങ്ങളിൽ കൃപാസനം വിശുദ്ധമായ ഈ തേന് ഒരുപാട് പ്രയോജനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൃപാസനം വിശ്വാസികൾ നമ്മൾ ഏറ്റവും കൂടുതൽ പരിശുദ്ധ ദൈവമാതാവിനെ യേശു ക്രിസ്തുവിനെയും വിശ്വസിക്കുന്നവർ വിശ്വാസപ്രമാണം ചൊല്ലി നമ്മൾ ഈ തേൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് രോഗസൗഖ്യങ്ങളും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങളും നമുക്ക് നേടിത്തരുന്നുണ്ട്. ഒരുപാട് പേർക്ക് രോഗികൾക്കൊക്കെ ആശ്വാസം ലഭിക്കുന്നുണ്ട്. പല രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരായിരിക്കും. നമ്മൾ രോഗം എന്താണെന്ന് നമുക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങളിൽ പോലും അത്ഭുതമായി പ്രവർത്തിക്കുന്ന നമ്മൾ തേൻ മാത്രമല്ല, എല്ലാ നേർച്ച വസ്തുക്കളിലും ഏറ്റവും കൂടുതൽ പ്രായോഗികവശം വരുന്നത് വിശ്വാസത്തിൻ്റെ പുറത്താണ്. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ പ്രയോഗിക്കപ്പെടുകയുള്ളൂ. വെറുതെ ആരെങ്കിലും ഇതെടുത്തിട്ട് കൃപാസനത്തിലെ നേർച്ച വസ്തുവായ തേൻ വാങ്ങി എവിടെയെങ്കിലും എന്തെങ്കിലും ഉപയോഗത്തിന് സാധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം കുറവാണ് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം എത്ര മാത്രമായാലും നല്ല ആഴത്തിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ എല്ലാ നേർച്ച വസ്തുക്കളും നമുക്കതൊരു ഉപയോഗത്തിന്, അതായത് നമുക്കതൊരു പ്രയോജനകരമായി തീരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും വിശ്വാസത്തോടു കൂടെ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തി തരാൻ ഈ ലോകത്ത് മറ്റാർക്കും ഉള്ളതിനേക്കാൾ ഏറ്റവും കഴിവ് ഉള്ള ഒറ്റയാൾ ദൈവമായ യേശുവിന് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നമുക്ക് ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും സൗഖ്യം ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.